10 മിനിറ്റ് കൊണ്ട് ഒരച്ചാർ തയ്യാറാക്കിയാലോ? ഈന്തപ്പഴം അച്ചാർ അല്ലെങ്കിൽ കാരക്ക അച്ചാർ. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ കൊണ്ട് നമുക്കുണ്ടാക്കി നോക്കാവുന്നതാണ്. 1/2 കിലോയുടെ അളവാണ് ഞാനിവിടെ പറയുന്നത്. കുറഞ്ഞ അളവിൽ ഒന്ന് ചെയ്തു നോക്കണേ. അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറാട്ടോ ഈന്തപ്പഴം അച്ചാർ. ഈ അച്ചാർ എവിടെ കണ്ടാലും അനിയൻ കൊണ്ടു തരലുണ്ടായിരുന്നു. അച്ചാർ തീറ്റി കുറച്ച് കൂടിയതോടെ അതങ്ങ് നിർത്തി. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലേ? കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ചെറിയ തീയിലാണ് വെക്കേണ്ടത്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണേ. അതിനുശേഷം അതിലേക്ക് ഒരു 12 ടേബിൾ സ്പൂൺ സുർക്ക, അതായത് വിനാഗിരിയില്ലേ, 12 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ ഒരു 3/4 കപ്പോളം വരും. ഈ സമയം തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഒരു 1/2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കണേ. സുർക്ക നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് 1/2 ലിറ്റർ വെള്ളത്തിൽ നിന്നും പകുതി ഇതിനകത്തേക്ക് എടുത്തൊഴിക്കാം. അതൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിവിടെ 1 കട്ട ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്കതിൽ എന്താണോ കുറവ് അത് ചേർക്കാവുന്നതാണ്. ഈന്തപ്പഴ അച്ചാറായതുകൊണ്ട് തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കേണ്ടത് മധുരമല്ലേ. അപ്പോൾ പിന്നെ മധുരത്തിന് കുറച്ചൊരു കുറവുണ്ടായിരുന്നു. വീണ്ടും ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് അത് റെഡിയാക്കി. അത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർക്കാം. ഈന്തപ്പഴം ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ അതിലെ വെള്ളം പൂർണ്ണമായും വറ്റിപ്പോകുന്നതായി കാണാം. ഈ സമയം തിളപ്പിച്ച് വെച്ച ബാക്കി വെള്ളമല്ലേ, അതും കൂടെ ഒഴിച്ച് കുറച്ച് നേരം വെക്കണം. പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഈന്തപ്പഴമാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് റെഡിയാവും. കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ കുറച്ച് സമയം വെക്കേണ്ടി വരും കേട്ടോ. എൻ്റെ അടുത്ത് അങ്ങനത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അലിഞ്ഞു ചേരാൻ കുറച്ച് ടൈം എടുത്തു. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ, അല്ലെങ്കിൽ വെള്ളം വറ്റി അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഈന്തപ്പഴ അച്ചാർ വെള്ളം ഒട്ടും ഉണ്ടാവാറില്ല കേട്ടോ. നല്ലപോലെ വറ്റിച്ചെടുക്കണേ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കാം. അച്ചാർ കണ്ടാൽ തന്നെ എത്രമാത്രം രുചിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അന്നേ ദിവസം തന്നെ ബിസ്ക്കറ്റ് കൊണ്ടൊരു ചെറിയ സ്നാക്സും കൂടെ ഉണ്ടാക്കി. ഈ ബിസ്ക്കറ്റിൻ്റെയും ഒരു കഥ പറയാറുണ്ട്. കുഞ്ഞുനാളിൽ രാത്രി 1 മണിക്കും 2 മണിക്കും കരയത്രേ. അപ്പോൾ എളുപ്പത്തിന് കുറച്ച് ബിസ്ക്കറ്റ്, അതായത് മേരി ബിസ്ക്കറ്റ് പാലിൽ കലക്കി തരും. ദിവസം അതൊരു ശീലമായപ്പോൾ എങ്ങനെയോ നിർത്തിയത്. പക്ഷേ ഞാനിപ്പോഴും ആ ശീലം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. 2 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് പഞ്ചസാര, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ, ഞാൻ ആഡ് ചെയ്തിട്ടില്ലേ, പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചെടുക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് പാലും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് നേരം കുഴയ്ക്കുമ്പോഴേക്കും ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനൊന്ന് ഉരുട്ടിയെടുത്തു. അതിൻ്റെ മേലെ ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെറിയും കൂടെ വെച്ചു കൊടുത്തു. സത്യം പറയട്ടെ, ഇത് എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതിനേക്കാൾ മെച്ചം ബിസ്ക്കറ്റ് പാലിൽ കലക്കി നല്ലപോലെ കുടിക്കുന്നതാണ്. എനിക്കതാ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.